തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുപോലൊരു വീഴ്ച പ്രതീക്ഷിച്ചില്ലെന്ന് PB അംഗം തോമസ് ഐസക്. പലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിൻ ശക്തമായി കൊണ്ടുപോകുമ്പോഴും ന്യൂനപക്ഷം ഇടതിനോട് അകലുന്നു. ഇടത് ഹിന്ദുത്വത്തെ സംബന്ധിച്ച് ന്യൂനപക്ഷങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ അകലാൻ എന്തെങ്കിലും വീഴ്ച പാർട്ടിക്കുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. തെറ്റിദ്ധരുത്താൻ ക്യാമ്പയിന് ശേഷവും പാർട്ടിയിൽ ദൗർബല്യങ്ങൾ ഉണ്ടെന്നതിന് തെളിവാണ് ഈ പരാജയമെന്നും തോമസ് ഐസക് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഇപ്പോൾ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നൊരു ചോദ്യത്തിന് വിലയിരുത്തൽ ഓരോന്നോരോന്ന് വന്നിട്ടിരിക്കുകയാണ്. അതിനകത്ത് പറയുന്ന ഒരു ചോദ്യമാണ്, പലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിൻ ശക്തമായി കൊണ്ടുപോകുമ്പോഴും ന്യൂനപക്ഷം ഇടതിനോട് അകലുന്നു എന്നൊരു കാര്യമാണ്. നമ്മൾ കണ്ടതാണ്, പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാർ കഫിയ ധരിച്ചുകൊണ്ട് പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും പൊതുജന മുന്നിൽ വിലപ്പോയില്ല എന്നൊരു സാഹചര്യം. എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ പറയാനുള്ളത്? അമൽ, ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വലിയ തിരിച്ചടി, അതിൻ്റെ ഒരു ആഘാതം തന്നെയാണ് തോമസ് ഐസക്കിൻ്റെ പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. ഇത്ര കണ്ടൊരു തിരിച്ചടി, ഒരു വീഴ്ച പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് തോമസ് ഐസക് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം പോകില്ല എന്നറിയാമായിരുന്നു. എന്നാൽ പോലും ഇത്ര കണ്ടൊരു പരാജയം അത് പ്രതീക്ഷിച്ചതല്ല. 2010 സമാനമായ ഒരു തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് എന്നതാണ് തോമസ് ഐസക് പറയുന്നത്. അവിടെയാണ് ഈ തോൽവിയുടെ കാരണം പറയുമ്പോഴാണ് ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടു, പ്രതീക്ഷിച്ച പോലെ ലഭിക്കുന്നില്ല. അത് പാലസ്തീൻ ഐക്യദാർഢ്യം അടക്കമുള്ള ക്യാമ്പയിൻ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾ ഇടതിനോട് അകലുന്നത് എന്ന, അതിൻ്റെ എന്താണ് കാരണമെന്ന അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് തോമസ് ഐസക് ഈ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ അത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തണം, എന്തെങ്കിലും വീഴ്ച പാർട്ടിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണം എന്നതാണ് തോമസ് ഐസക് പറയുന്നത്. അതിൽ തന്നെ ഇടത് ഹിന്ദുത്വ, അതിനെ സംബന്ധിച്ച വ്യാഖ്യാനങ്ങൾ, അത്തരം ചില വ്യാഖ്യാനങ്ങൾ ചിലർ നടത്തുകയും അത് തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കണം എന്നതാണ് പറയുന്നത്. ഇടത് അത്തരം വ്യാഖ്യാനങ്ങളിൽ വീണുപോകുന്ന ന്യൂനപക്ഷങ്ങളും ഉണ്ട് എന്നതാണ് തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ തെറ്റിദ്ധരുത്തൽ ക്യാമ്പയിന് ശേഷവും വലിയ രീതിയിലുള്ള ദൗർബല്യങ്ങൾ പാർട്ടിയിൽ നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പരാജയമെന്നും തോമസ് ഐസക് പറയുന്നു. ഇവിടെ നമ്മൾ കണ്ടാണ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ പരാജയത്തിന് ശേഷം പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയത് ഏറ്റവും പ്രധാനമായും ഇടതുപക്ഷത്തിന് കിട്ടാറുള്ള വോട്ടുകൾ അത് ഹിന്ദുക്കളുടെ വോട്ടാണ്. ആ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് പിറകെ പോയതാണ് ഈ എത്ര കണ്ടു വലിയ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മറ്റും ഇടതുപക്ഷത്തിന് ഉണ്ടായതിന് കാരണം എന്ന് പലരും നിരീക്ഷിച്ചിരുന്നു. എന്നാൽ ആ നിരീക്ഷണങ്ങളൊന്നും ഉൾക്കൊള്ളാതെ ഇപ്പോഴും ന്യൂനപക്ഷ വോട്ടുകൾക്ക് പിറകെ പോകുന്നു എന്നത് തന്നെയാണ് തോമസ് ഐസക്കിൻ്റെ വാക്കിലൂടെ വ്യക്തമാവുന്നത്. ആ സാഹചര്യത്തിൽ ഹിന്ദു വോട്ടുകളും നഷ്ടപ്പെടുന്നു, അതേസമയം ന്യൂനപക്ഷ വോട്ടും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അമൽ.